ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങണം, ഇങ്ങനെ വീഡിയോസൊക്കെ കാണണം. കുറേ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി കേട്ടോ. പക്ഷേ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അതങ്ങനെയാണ്. കുറേയൊക്കെ വിചാരിക്കും. ഞാൻ നല്ല മടിയായിട്ടുള്ള ആളാണ്. മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അറ്റടുത്ത മടിയാണ്. ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഓരോന്ന് ചെയ്യാൻ മടിയാണ്. പുള്ളി ഓരോന്ന് ഇങ്ങനെ ചെയ്യാൻ വിളിക്കുമ്പോഴേ ഞാൻ പറയാം പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തള്ളത്തിൽ കളയും. അങ്ങനെ കളിക്കുന്നതാണ്. പഠിത്തത്തിൽ കുഴപ്പമാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇപ്പോൾ ഞാൻ ഒമാനിലാണ്, ഇവിടെ വർക്ക് ചെയ്യാണ്. ഇവിടെ ഈ പെട്രോൾ പമ്പിലെ സ്റ്റാഫാണ്, ഫില്ലിംഗ് സ്റ്റാഫാണ്. ഞാൻ ഇവിടെ വലിയ യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും എല്ലാവരെയും കണ്ട് ഓരോന്ന് ചെയ്ത് കണ്ട് ശീലമുള്ളതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണിത്. അത് പണ്ടൊന്നും തുടങ്ങിയിട്ട് 12 സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കണ്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കാം. എങ്ങനെ ഡെയിലി ഡ്യൂട്ടി വ്ളോഗായിരിക്കും ഞാൻ ഇടുന്നത്, നാട്ടിലെത്തുന്നവരെ. 2 കൊല്ലം എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. ആ 2 കൊല്ലത്തെ ടൈമിൽ ഞാൻ ഇതൊക്കെ ആയിരിക്കും ഇടുന്നത്. എൻ്റെ പരിപാടി ഇതാണ്. നാട്ടിലെ കണക്കല്ല, ഇവിടെ പെട്രോൾ തന്നെ 3 സൈസുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം, കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് 98 അൾട്ടിമാക്സ്. അതൊന്നാണ് പെട്രോളിൻ്റെ തന്നെ ഏറ്റവും കൂടിയതാണ്. പിന്നെ 95 ഉണ്ട്, സൂപ്പർ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ 91 ഉണ്ട്. ഓക്കെ, അങ്ങനെ 3 തരത്തിലുണ്ട്. പിന്നെ ഡീസലും ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കൂടെ വയ്ക്കുന്ന സ്റ്റാഫാണ് ഞാൻ ഡ്യൂട്ടിക്ക് കിടക്കുന്നുണ്ടോ, കൊച്ചികളിലെ ഉറങ്ങട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ഞാൻ ആഡ് ചെയ്യാം. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല യൂട്യൂബിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഏകദേശം ഇപ്പോൾ 4:30 അടുപ്പിച്ചായിട്ടുണ്ട്. നാട്ടിലിപ്പോൾ 5:30-6 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റ് ഇടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ മോർണിംഗ് അടുത്ത ഡ്യൂട്ടിക്കാർ വരും. അവർ വന്നിട്ടൊരു 1 hour അവരുടെ കൂടെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാണാം. പറ്റുമെങ്കിൽ ഞാൻ ഫില്ല് ചെയ്യുന്ന വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ, അടുത്ത വണ്ടി വരെ നമുക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ഞാൻ ഫില്ല് ചെയ്യാം കേട്ടോ. ഈ വണ്ടി ഞാൻ ഫില്ല് ചെയ്യാം. ഇവിടുത്തെ ഒരു സബ്സിഡി കാർഡാണ്, ഒമാനികൾക്ക് മാത്രമുള്ള. വണ്ടിയുടെ നമ്പർ വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യുന്നത്. ഏത് വണ്ടിയാണോ ആ വണ്ടിയുടെ പുള്ളിയുടെ നമ്പർ ഉണ്ടാവും. വണ്ടിയുടെ നമ്പറൊക്കെ അടിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാം. 703 കിട്ടി. പുള്ളി 1 റിയാലാണ് ഫില്ല് ചെയ്യുന്നത്. 1 റിയാലിന് അടിക്കണം. 1 റിയാലിനൂടെ ഏകദേശം 4 ലിറ്റർ സംതിങ് കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ അവരുടെ കാർഡ് വെച്ച്, അല്ലെങ്കിൽ പിന്നെ ഈ നമ്മുടെ ID കാർഡ് ഉണ്ടാവും. ഇതതിൽ സ്കാൻ ചെയ്താൽ മാത്രമേ പെട്രോൾ ഫില്ലാകത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഫില്ലിങ്. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അധികം വണ്ടിയില്ല. പക്ഷെ മോർണിംഗ് നല്ല വണ്ടിയായിരിക്കും. നല്ല വണ്ടി എന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള പമ്പാണ് അത്. അത്യാവശ്യം നല്ല തിരക്കുള്ള പമ്പാണ്. ഞാൻ എന്നിട്ട് 7 മാസമാവുന്നു. നല്ല തിരക്കുണ്ട്. ഇതാണ് ഞങ്ങളുടെ പമ്പ്. ആ കാണുന്നത് കാർ വാഷാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ അപ്പുറത്തൊരു, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാർ വാഷും മെക്കാനിക് ഷോപ്പും കൂടെ ഒരുമിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ 2 മലയാളി ഫ്രണ്ട്സ് ഉണ്ട്, 2-3 മലയാളി ഫ്രണ്ട്സ് ഉണ്ട് നമുക്കിവിടെ. ഓക്കെ, ഇതും ഒരു മലയാളി നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന 2 പേര് മലയാളികളാണ്. വണ്ടി തീർന്നു, വണ്ടി എടുക്കാവേ. മറ്റേ ആൾ എണീറ്റിട്ടുണ്ട്, കണ്ടോ, തലയും തുറന്നിരിക്കുന്നുണ്ട്. ആളെണീച്ചിട്ടുണ്ട്. ഇവിടെ ബസ് വന്നു, 2 വണ്ടി വന്നു. 2 വണ്ടി വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വിളിച്ചത്. മുകളിൽ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മോർണിംഗ് ഷിഫ്റ്റിന് അവർ വരുമ്പോഴത്തേക്കും ആ ടൈമിന് ഞാൻ അതുകൂടെ ആ വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അതുകൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വീഡിയോ ആവും. അവിടെ വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ബൈ. അവിടെ കാണാം, മോർണിംഗ് ഷിഫ്റ്റിൽ കാണാം. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ ഞാൻ നിസാപ്പ് ചെയ്യാൻ പോവാം. ഫുള്ള് കണക്കൂട്ടണമല്ലോ, ക്ലോസ് ചെയ്യണം.
അപ്പം നമ്മൾ എത്ര സെയിൽ ചെയ്തിട്ടുണ്ടോന്ന് കറക്റ്റ് കണക്ക് കൊടുക്കണം. ഇനി അത് കൂട്ടാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് നമ്മൾ പിൻ ചെയ്യണം. ഇത് കാർഡ് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസീപ്റ്റാണ്. ഇതെല്ലാം കൂടെ കൂട്ടണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് വരുന്നത്, കണ്ടോ? ഇങ്ങനെ വരും. അപ്പോൾ അത് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഹിസാബ് കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ നമുക്ക് എടുത്ത് വയ്ക്കാം. റബ്ബറാണ്. റബ്ബർ ഇവിടെ ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ. നേരത്തെ ഇത്ര കട്ടി പോയ ഇനി ഊരി പോകുന്നറിയാൻ വയ്യ. ആരും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോർമാൻ നോക്കിയ ഒരു സെയിലാണ്. ഓക്കെ ഇട്ടേക്കുന്നത്. ഇത് ഓക്കെയാണ്. ഇതിനകത്ത് കറക്റ്റ് സെയിലാണ്. അതിലെനിക്ക് ക്യാഷിന് കുറവൊന്നുമില്ല. അഥവാ കുറവുണ്ടെങ്കിൽ ഇതെന്ത് ഇങ്ങനെ എഴുതി ഇത് ലാസ്റ്റ് ഉണ്ട് മൈനസ് ഇട്ടിട്ട് പേജേക്കുന്നത് 3 റിയാൽ. അതിൽ ആ ഗ്രീൻ പെന്നിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. 3 റിയാൽ ഷോർട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മൈനസ് ഇട്ടിട്ട് 3 റിയാൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഇവിടെ കാണിച്ചു തരാം, അവരുടെ അടുത്ത് സംസാരിക്കാമെന്നാണ്. പക്ഷേ അത് പറ്റത്തില്ല. ഡ്യൂട്ടി ടൈം, മോർണിംഗ് ഷിഫ്റ്റിന് ഫോൺ യൂസിങ് അലൗഡ് അല്ല. അപ്പോൾ ഫൈൻ കിട്ടും. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. ഇനി നമ്മളിവിടെ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിനകത്ത് ഇടണം. അപ്പോൾ അത് ഫോർമം ഇന്ന് ഓഫാണ്. ഇന്ന് ഫ്രൈഡേ ആയിട്ട് ഓഫാണ്. നാളെ വരുമ്പോഴത്തേക്കും പുള്ളി അത് രാവിലെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നൈറ്റ് ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഇടാം. ഓക്കെ, ബൈ.